وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മിൽ നിന്ന് ഇഖ്ലാസോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മഹാവ്യക്തിത്വത്തിനുടമയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ഒരാളും വിശ്വാസികളാവുകയില്ല, നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, ജനങ്ങളെക്കാൾ എല്ലാറ്റിനും ഉപരി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തിൽ ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ല. എന്നാൽ അതൊരു ആഘോഷമായി കൊണ്ടു നടക്കേണ്ടതുണ്ടോ? വലിയ റാലിയായി, ജാഥയായി, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വിളമ്പിക്കൊണ്ട് പ്രത്യേകമായ മാലകളും മൗലീദുകളും അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ആ രൂപത്തിൽ നീങ്ങുന്നതിനെ സംബന്ധിച്ചാണ് വിശ്വാസികളായ നമ്മൾ കൃത്യമായി കൊണ്ട് അറിയേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും. ഈ മൗലീദാഘോഷത്തെ കുറിച്ച് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അസ്ലുൽ അമലിൽ മൗലിദു ബിദ്അത്തുൻ എന്നുള്ളതാണ്. അഥവാ മൗലീദാഘോഷത്തിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. മാലിക് മദ്ഹബുകാരനായ ഇമാം ഫാക്കിഹാനിയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധേയമാണ്. ഹുവ ബിദ്അത്തുൻ, അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് ഇത്തരത്തിലുള്ള മൗലീദാഘോഷം എന്നുള്ളത് അത് പുത്തനാചാരമാണ്. അതാരാണ് കൊണ്ടുവന്നത്? തീറ്റക്കൊതിയന്മാരും ആഭാസന്മാരും കൊണ്ടുവന്നതാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ, അവിടുന്ന് ഇങ്ങോട്ട് സ്വഹാബികളിലേക്ക് നോക്കുമ്പോൾ, അവിടുന്ന് ശേഷമുള്ള 30 വർഷത്തോളം നീണ്ടു നിന്ന ഖുലഫാഉർ റാഷിദീങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇസ്ലാമിക ചരിത്രത്തിൽ ലോകം കണ്ട എല്ലാ പണ്ഡിതന്മാരുടെ ജീവിതത്തിലേക്കും നമ്മൾ നോക്കുമ്പോൾ ഒന്നും ഈ നബിദിനം ആഘോഷം നമുക്ക് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മൗലീദാഘോഷം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് വളരെ പിഴച്ചുകൊണ്ടുള്ള, വളരെ ഏറ്റവും മോശപ്പെട്ട രൂപത്തിലേക്കുള്ള ഓരോ കാര്യത്തിലേക്കാണ് വർഷം തോറും ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറ്റു മതസ്ഥർ എങ്ങനെയാണോ ആഘോഷിക്കുന്നത് അതിനേക്കാൾ വിപുലമായി കൊണ്ട് ഇന്നത് ആഘോഷിക്കുമ്പോൾ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്? സ്വഹാബത്ത് സ്നേഹിച്ചു, സ്വഹാബ വനിതകൾ സ്നേഹിച്ചു, അവിടെയുള്ള ജനങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പ്രവാചകരെ, എന്റെ മരണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി, അങ്ങയുടെ മരണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി. നാളെ പരലോകത്ത് അങ്ങ് ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുമ്പോ അങ്ങയെ കാണുവാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നുള്ള ഒരു പേടിയും ഒരു നിരാശയും എനിക്കുണ്ട്. ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ വചനം അവതീർണമാക്കുകയാണ്. ആര് അല്ലാഹുവിനെ അനുസരിക്കുന്നുവോ അവന്റെ റസൂലിനെ
അനുസരിക്കുന്നുവോ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൽ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ. അവരാരൊക്കെയാണ്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇക്കൂട്ടരുടെ കൂടെയായിരിക്കും. വഹസുന ഉലൈക റഫീഖ. ഈ പറഞ്ഞ ആളുകളൊക്കെ എത്ര നല്ല സുഹൃത്തുക്കളാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മൾ ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. അതിന്റെ ആധുനികപരമായ രീതി പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നു. അലാമത്തു ഹുബ്ബില്ലാഹ്, അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഹുബ്ബുൽ ഖുർആൻ, ഖുർആനിനെ നീ സ്നേഹിക്കുക എന്നുള്ളതാണ്. അവർ വിശദീകരിക്കുന്നു. വഅലാമത്തു ഹുബ്ബുൽ ഖുർആൻ, ആ ഖുർആനിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്ന ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഖുർആനിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം ആ ഖുർആനിനെ നമുക്ക് ഇറക്കുവാൻ കാരണമായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അവർ വിശദീകരിക്കുന്നു. വഅലാമത്തു ഹുബ്ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഹുബ്ബുസ് സുന്നah, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ നീ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ സാമൂഹിക ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ സാമ്പത്തിക മേഖലകളിൽ ആളുകളുമായി നീ ഇടപെടുമ്പോൾ, ഏതെങ്കിലും രംഗത്ത് നീ ജീവിക്കുന്നുണ്ടോ അവിടെ എല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ കൊണ്ടുവരിക. അതാണ് പ്രവാചകനോടുള്ള സ്നേഹം എന്നുള്ളത്. നോക്കിയേ നിങ്ങൾ, ആ സുന്നത്തിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഹുബ്ബുൽ ആഖിറ, പരലോകത്തെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായി കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ പഠിപ്പിച്ചത്, ഉലമാക്കൾ നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്നിട്ട് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് വിപരീതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നലെയും ഇന്നുമായി കൊണ്ടൊക്കെ മൗലീദിന്റെ വരികൾ ഓതുന്ന പള്ളികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വരികളുടെ അർത്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഇമാതത്തുൽ അദാ അനി തുരീഖ്, നിങ്ങൾ വഴിയിൽ നിന്ന് ഉപദ്രവത്തെ മാറ്റണം. അല്ലേ, റോഡൊക്കെ തടസ്സപ്പെടുത്തി റോഡിലൂടെ ജാഥയും അതുപോലെ തന്നെ മറ്റു പാട്ടും ഡഫും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ എന്തെങ്കിലും ഒരു പ്രയാസം തോന്നിയാൽ, എന്തെങ്കിലും അർജന്റുള്ള ഒരു വ്യക്തി, നമ്മുടെ കൗമനാകണമെന്നില്ല, അവര് ചിന്തിക്കൂലേ ഇതാണോ ഇവരുടെ പ്രവാചകനോടുള്ള സ്നേഹമെന്ന്? ഒക്കെ നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ നിന്നുകൊണ്ട് തിന്നുക, കുടിക്കുക. അന്ന് അവിടെ കളിക്കുന്ന മക്കളുടെ പാൻറ് നിങ്ങൾ നോക്കിക്കോ, ബിരിയാണിക്ക് താഴെയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളോട് വിപരീതമായി കൊണ്ട് ചെയ്യുന്ന എത്രയോ ആളുകൾ ഈ ഒരു ദിവസത്തിൽ ഇതിന് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. എത്ര ആളുകളാണ് അന്ന് ഇരു റോഡുകളിലും ആ ജാഥകളും അതുപോലെ തന്നെ പ്രോഗ്രാമുകളും കാണാൻ സഹോദരിമാർ തടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരു പ്രശ്നവുമില്ല, എല്ലാറ്റും അന്ന് ആണും പെണ്ണും അന്യപുരുഷന്മാരെ നോക്കുന്നത് കൊണ്ട് ഒന്നും പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് ആളുകളുടെ നടത്തം. അത് ഇതിന് ഗൗരവം പ്രിയപ്പെട്ടവരെ ആരും മനസ്സിലാക്കുന്നില്ല. ഒക്കെ നിങ്ങൾ എത്ര വലിയ ആളുകൾ നമ്മുടെ കൂടെയുണ്ടെങ്കിലും, അത് പഠിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെയുണ്ടെങ്കിലും ആൾബലമല്ലല്ലോ പ്രിയപ്പെട്ടവരെ ഈമാനിക ശക്തി എന്നുള്ളത്. എന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വഹാബത്തിന് പരിചയമുണ്ടോ? താബീങ്ങൾക്ക് പരിചയമുണ്ടോ?
പരിചയമുണ്ടോ, താബിഈങ്ങൾക്ക് പരിചയമുണ്ടോ എന്നുള്ളതാണല്ലോ വിഷയം. ഇതിനൊക്കെ ആളുകൾ പരിഹസിക്കുക എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമ്മൾ ഉപയോഗിച്ച മൈക്കുണ്ടോ? ഒരു ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കുണ്ടോ? അപ്പൊ നമ്മളിപ്പോ മൈക്ക് ഉപയോഗിക്കുമ്പോ അത് ബിദ്അത്തല്ലേ? അന്ന് കാർപ്പറ്റ് ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെ അലാറടിക്കുന്ന വാച്ച് ഉണ്ടായിരുന്നോ? അല്ലാഹുവിന്റെ ദീനിൽ പുതുതായി കൂട്ടിച്ചേർക്കുന്ന ആളുകൾ ഇത്തരത്തിൽ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ നിന്ദ്യത എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ കൊടുക്കുമ്പോ ഒരു വിഭാഗത്തിനിടയിൽ അല്ലാഹു ഒരു മറയറയത്ത് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവേ ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമൂഹമാണവർ, എന്റെ സമുദായമാണവർ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് കൊടുക്കുന്ന മറുപടി, നബിയേ നിന്റെ മരണശേഷം ദീനിൽ പുതുതായി കൂട്ടിച്ചേർത്ത് നിനക്കറിയില്ല നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ വിട്ടു പോയിക്കോ, നിങ്ങൾക്ക് ദീനൊന്നുമില്ല. ബിദ്അത്ത് ചെയ്തവർക്കുള്ള പരിണിത ഫലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് അതിന്റെ ആഘോഷങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, യാതൊരു കാരണവശാലും നമ്മൾ ഒരിക്കലും അതിലേക്ക് സഹകരിക്കുവാൻ പാടില്ല. ഈ ദിവസം എന്താണെന്നറിയോ? സ്വഹാബത്ത് കരഞ്ഞ ദിവസമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞ ദിവസമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞ ദിവസമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ അത്തരത്തിൽ ചരിത്രത്തിലേറെ അയവിറക്കേണ്ടുന്ന ദിവസവും രംഗങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അത് റബീഉൽ അവ്വൽ 12 ആണ്, 18 ആണ്, 16 ആണ്, ഇനി റബീഉൽ അവ്വൽ തന്നെയാണോ എന്നതിൽ പോലും ആളുകൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞതിൽ ആ ഒരു തീയതിയിൽ ഒരു വ്യത്യാസവും മാസത്തിലോ ദിവസത്തിലോ വ്യത്യാസമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനം ജീവിതത്തിൽ കൊണ്ടുവന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക. ഈ ഒരു സത്യം നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ അയൽക്കാർക്ക്, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മളെല്ലാ വിഷയങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ നമ്മുടെ സാമ്പത്തിക മേഖലയിലെ വിഷയങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ സത്യം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുണ്ടാകാൻ പാടുള്ളതല്ല. ഹക്ക് ഹക്കായി കൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട്. അവിടെ ആരും നമ്മളെ പൂമാലയിട്ട് സ്വീകരിക്കൂല. അവിടെ നമ്മൾ ഒരു പക്ഷേ പലവിധ പ്രയാസത്തിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്താലും നാളെ പരലോകത്ത് പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു സംസാരവും ഇരുത്തവും പടച്ചറപ്പ് നല്ലൊരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.